ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പരിവർത്തൻ എന്ന് പറയുന്ന ഫയലാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബിസിനസ് ഫയലാണ്. ഇതില് പുതിയ ആളുകൾ എന്താണ് ശരിക്കും മോഡികെയർ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ ഈ ഒരു ഫയൽ എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതും കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ പരിവർത്തൻ എന്നാണ് നമ്മുടെ ഫയലിന്റെ പേര്. പരിവർത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? ഒരു മാറ്റം. മാറ്റം മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? എല്ലാവർക്കും മാറ്റം ആവശ്യമില്ലേ? ഇന്നത്തെ പോലെ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് ഇന്നത്തെ പോലെ തന്നെ മതിയോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു മാറ്റം വേണ്ടോ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ മാറ്റം എങ്ങനത്തെ മാറ്റാ വേണ്ടത്? ഇന്ന് നല്ല അടിപൊളിയായി, നല്ല മാറ്റം മാറി, മറ്റന്നാൾ അതേപോലെ ആയി. ആ മാറ്റമാണോ ആവശ്യം? അതല്ല, മാറിയാൽ പിന്നെ ലൈഫിൽ ആ മാറ്റത്തിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് പോവാം. അങ്ങനത്തെ മാറ്റമാണോ ആവശ്യം? ശരിക്കും ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് കറക്റ്റായോ? അതായത് ഒരു മാവ്, ആ മാവ് കുഴച്ച് അതിനെ പൊറാട്ടയാക്കിയാല് പിന്നെ അതിനെ വീണ്ടും മാവാക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഒരു ഐസ് വെള്ളമാക്കിയാൽ ആ വെള്ളത്തെ വീണ്ടും ഐസാക്കാൻ പറ്റും. അതൊരു മാറ്റമാണ്. ഇത് രണ്ടും മാറ്റമാണ്. ഇത് ഏത് മാറ്റമാണ് നമുക്ക് ആവശ്യം? പിന്നീട് ഒരിക്കലും തിരിച്ചു പോവാത്ത ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മോഡികെയർ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് മോഡികെയർ എന്ന് പറയുന്ന അവസരം നമ്മുടെ കയ്യിലുള്ളത്. സോച്ച് ബദലോ ഖുദ്കോ ബദലോ ദുനിയ ബദലോ. നമ്മുടെ ചെയർമാൻ നമ്മോട് പറഞ്ഞ കാര്യമാണ്. സോച്ച് ബദലോ ദുനിയ ബദലോ ഖുദ്കോ ബദലോ. നമ്മുടെ ചിന്തകളെ മാറ്റുക. ചിന്തകളെ മാറ്റിയാലേ നമ്മളെന്ന വ്യക്തിക്ക് മാറാൻ കഴിയുള്ളൂ. നമ്മളെന്ന വ്യക്തി മാറിയാലേ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ മാറ്റം എവിടെ വരണം? ചിന്തയിൽ വരണം. നമ്മുടെ ചിന്തകളൊക്കെ എന്താ ശരിക്ക്? നമ്മുടെ ചിന്തയിൽ പലതും കൂടി കിടക്കണ എന്തൊക്കെയാണ്? ഓൻ അങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്, മറ്റേതേക്കാണ്. ഇത് ഒന്നായിട്ട് പുകയുള്ള ആവശ്യമില്ലാത്ത കുറേ ചിന്തകളാണ്. നമ്മളെ കൊണ്ടൊന്നും ആകാൻ പറ്റൂല, ഞാൻ മറ്റവന്റെ മോളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റവന്റെ മോനാണ്, എന്നെ കൊണ്ടൊന്നും ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റില്ല, ഞാനൊക്കെ എന്നും ഈ കോലത്തെ തന്നെ കാര്യം, എന്റെ മരണം വരെ ഞാൻ ഇങ്ങനെ എത്തിയിട്ട് പോകും. ഇങ്ങനെ കിടന്നിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. നമുക്കൊന്നും രക്ഷപ്പെടാനുള്ളൊരു വഴിയില്ല, നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള തോട്ടാണ് നമ്മളെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇനി നമ്മൾ അങ്ങനല്ല. നമ്മുടെ ചിന്തകളിൽ വലിയ മാറ്റം വരണം. എന്നെ കൊണ്ടും സാധിക്കും, ഞാനും ആകും, ഈ രീതിയിലുള്ള തോട്ട്. ഞാൻ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ചുരുക്കി പറയാം. ഒരുപാട് പ്രോഗ്രാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ചിന്തയിൽ മാറ്റം. ഞാൻ പറയുന്നത് മോഡികെയർ ബിസിനസ്സിൽ ഈ ഫയൽ മുഴുവൻ അരിച്ചു പെറുക്കിയാലും എന്തൊക്കെ പഠിച്ചാലും ഇതിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. പവർ ഓഫ് 4 ഉള്ളൂ, ഡയറക്ടർ ഉള്ളൂ, സീനിയർ ഡയറക്ടർ ഉള്ളൂ, SCD ഉള്ളൂ, പ്ലാറ്റിനം ഉള്ളൂ, നിങ്ങളുടെ മില്യണയർ ഉള്ളൂ. എല്ലാം ഈ സാധനം കഴിഞ്ഞിട്ടാ. ഏത് സാധനം? ചിന്തകളെ മാറ്റാൻ തയ്യാറാവുക. ഈ വാക്കിനുള്ള പ്രാധാന്യം ഈ ഫയലിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ഇതിന് കൊടുക്കണം. അത്രമാത്രം പ്രാധാന്യം ഇതിന് കൊടുക്കണം. ഇന്നലെ വരെ നമ്മൾ എന്ത് ചിന്തിച്ചു, ഇന്നലെ വരെ നമ്മൾ എങ്ങനെ പോയി, ഇന്നലെ വരെ എന്തായിരുന്നു, ഇതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക്. അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മാറാൻ കഴിയുള്ളൂ. നമ്മൾ മാറിയാലേ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കുള്ളൂ. ഇതൊരു ടീം വർക്കാണ്. ആ ടീം വർക്കിന് കാരണം നമുക്ക് എപ്പോഴും സാധാരണ നമ്മുടെ കാഴ്ചപ്പാട് എന്താ? ഞാൻ ഈ വിഷയത്തിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാം ഉള്ളത്. നമ്മുടെ അയൽവക്കത്ത് ഒരു കാർ എടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്കത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമൊന്നല്ല. മോഡികെയറിൽ എങ്ങനെയാണ്? മോഡികെയറിൽ നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ, അവർക്കൊരു വരുമാനം കിട്ടാൻ സാധിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ നമ്മളത് ഇങ്ങോട്ട് വന്നോളും.
അപ്പൊ ടീമിന് എന്ത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറണം. എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ ടീമിന് എന്ത് വാങ്ങിക്കൊടുക്കാൻ കഴിയും, എൻ്റെ ടീമിന് എന്ത് കൊടുക്കാൻ കഴിയും, എൻ്റെ ടീമിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ, ഈ ബിസിനസ്സിൽ നിന്ന് പലരും ഇട്ടേച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിനെ സപ്പോർട്ട് ചെയ്തില്ല, പകരം ടീമിനെ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഇന്റെ കാര്യം എങ്ങനെ ഈ മാസം നടത്തിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും ടീം പോലും പുറത്തു പോയത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ടീമിന് എങ്ങനെ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ടീമിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ലോയൽറ്റി നഷ്ടപ്പെടുന്നതിൽ ആ വ്യക്തിയേക്കാൾ കൂടുതൽ കെയറിങ് എനിക്ക് വേണം. എന്റെ ടീമിലുള്ള ഒരു വ്യക്തിക്ക് 5 മാസം അയാൾ പർച്ചേസ് ചെയ്തു, 6ാമത്തെ മാസം അവന്റെ ലോയൽറ്റി മിസ്സാവാൻ പോവുകയാണ്. ആ വിഷമം, അവനക്കത് മിസ്സായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമം ആർക്ക് വേണം? എനിക്ക് വേണം. എനിക്കത് ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വിഷമം എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ അത് അറിയണ്ടേ? ഇങ്ങനെ ഇയാൾക്ക് 5 മാസം ആയിട്ടുണ്ട് ലോയൽറ്റി, അയാൾക്ക് അത് 6ാമത്തെ മാസം പോവുകയാണെന്നുള്ളത് അറിയണ്ടേ? ആ അറിവ് നമുക്ക് ഉണ്ടായി. കാരണം നമുക്ക് കൃത്യമായി നമ്മളെ ടീമിന്റെ ഒരു ഡാറ്റ നമ്മളെ കയ്യിൽ വേണം. ഇവിടൊക്കെ ഞാൻ പറയുന്നത് സോച്ച് ബദലോ എന്നുള്ളതിന്റെ മീനിങ് ആണ് ഈ പറഞ്ഞതൊക്കെ. നിങ്ങളെ ചിന്തകളെ മാറ്റുക. മറ്റുള്ളവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് സ്വപ്നം ഉണ്ടോ? ശരിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ? ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങൾ ഒന്ന് എല്ലാവരും കൂടി പറഞ്ഞോളൂ. എന്തൊക്കെ നിങ്ങൾ എല്ലാവരും സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ. എല്ലാവരും പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിക്കണ്ട. എന്തൊക്കെ നിങ്ങളെ സ്വപ്നം? സ്വപ്നം ഉണ്ടായതുകൊണ്ടല്ലേ അന്ന് ഇവിടെ കയറിയിരിക്കുന്നത്. സ്വപ്നം എന്താണ്? സ്വപ്നം എന്താണ്? സ്വപ്നമല്ലല്ലോ, സ്വപ്നം അതെന്താണ്? മക്കളെയൊക്കെ നല്ല നിലയിലെത്തിക്കുക. എനിക്കൊരു 100 കാർ അച്ചീവേഴ്സിനെ വേണം, ഒരു 150,000 രൂപ വരുമാനം വാങ്ങുന്ന ഒരാളും വേണം. ഇതാണ് എന്റെ സ്വപ്നം. മോഡിക്കേറിൽ നിങ്ങളെ സ്വപ്നം എന്തൊക്കെയാണ്? ഒരു പാസീവ് ഇൻകം വേണം, കേടും തുടങ്ങുമ്പോൾ വരുമാനം വരണം. വീട്ടിൽ ഇങ്ങനെ കേടുമ്പോൾ വരുമാനം, ടൂർ പോകുമ്പോഴും വരുമാനം വരണം. അതെ. ഇപ്പൊ ഒരു മാസം നമ്മൾ ചിലപ്പോ ഇവിടെ ഒന്നുമില്ല, നമ്മൾ ചിലപ്പോ മലേഷ്യയിൽ പോയി. അപ്പൊ ആ മാസം മലേഷ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടുണ്ടാവണം. ഇറ്റ്സ് എ പാസീവ് ഇൻകം. നിങ്ങളെ സ്വപ്നങ്ങൾ പറഞ്ഞോടി, ഞാൻ പറഞ്ഞോടി, എല്ലാരും പറഞ്ഞോടി. നിങ്ങൾക്ക് സ്വപ്നം ഇല്ലേ? ഇല്ലായിട്ട് പറയാതിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ വയസ്സായിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് വരുമാനം വരണം. എല്ലാരും പറഞ്ഞു എന്ന് വിചാരിക്കണം. എല്ലാരും അറ്റ്ലീസ്റ്റ് ഓരോ ഉള്ളിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഉള്ളിലും പറയാത്ത ആൾക്കാർ ഇതൊക്കെ ഇപ്പൊ പിന്നെ ഇയാളിപ്പോ ഈ പറഞ്ഞ കാര്യം അങ്ങനെയൊക്കെയാണ് നിങ്ങളെ മനസ്സിൽ വരണമെങ്കിൽ സോച്ച് ബദലോ. അവിടെ പ്രസം, അവിടെ മാറ്റം വരുത്തണം. അങ്ങനെ വന്നാൽ, അങ്ങനെ ആരെങ്കിലും മനസ്സിൽ, എനിക്ക് തോന്നുന്ന ഒരു 10-40 ആൾക്കാരില്ലേ, 2-3 ആൾക്കാരെങ്കിലും എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നറിയോ? പിന്നെ സ്വപ്നം. ആ 2-3 ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? സോച്ച് ബദലോ. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ മാറ്റം വരണം. ഇത്രയും കാലമായി ഇപ്പൊ ഞാനിപ്പോ മോഡിക്കേർക്ക് വന്നിട്ട് ഇത്തറായി, ഇതുവരെ ഒന്നും അറിയില്ല. ഇനിയപ്പോ അങ്ങനെ ചിന്തിച്ചവരും ചിലപ്പോൾ ഉണ്ടാവും. അവരോട് പറയുന്നത് സോച്ച് ബദലോ. നിങ്ങളെ ചിന്തകളെ മാറ്റുക. അപ്പൊ എന്തൊക്കെ സ്വപ്നം? നമുക്ക് ഒരുപാട് സ്വപ്നം. കാർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വീട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, പ്രതിസന്ധികളുള്ളവരുണ്ട്, കടം വീട്ടണം എന്നുള്ളവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുണ്ട്, വിദേശ യാത്ര പോയി എൻജോയ് ചെയ്യണമെന്നുണ്ട്, അല്ലെ? പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ മുന്നിൽ എന്ത് ഓപ്ഷനാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ജോലിയിലൂടെ ഒരു 5 കൊല്ലം കൊണ്ട് 2030 നിങ്ങളെ സ്വപ്നം പൂവണിയുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഒന്ന് സ്വയം എല്ലാവരും ചിന്തിച്ചു നോക്കുക. ഇനി പറയാൻ മടിയുള്ള ആൾക്കാർ ഒന്ന് സ്വയം മനസ്സിൽ ചിന്തിക്കുക. അതിന് എന്ത് ചെയ്താൽ മതിയോ? നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. നടക്കുമെന്നുള്ളതിന് ആലോചിക്കാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷം, 2020 മുതൽ 2025 വരെയുള്ള ആലോചിച്ചാൽ. അങ്ങനെ ആലോചിച്ചിട്ട് 2025 മുതൽ 2030 ആലോചിക്കുക. ഒരു 5 കൊല്ലം കൊണ്ട് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ബിസിനസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, ഇതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു അവസരമാണ് മോഡിക്കേർ. എന്തുകൊണ്ട് ചോദ്യം അവിടെ ഉണ്ട്. എന്തുകൊണ്ട്? എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? സ്വാഭാവികമാണല്ലോ. നമ്മുടെ ഉള്ളിൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ മനസ്സിലുള്ളിലുണ്ടാവും, എന്താ അങ്ങനെ പറഞ്ഞത് അയാൾ 5 കൊല്ലം കൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്നുള്ളത്.
നേടിയെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പൊ അതിന് വിദ്യാഭ്യാസം വേണ്ടേ, അതിന് അത് വേണ്ടേ, അതിനിപ്പോ ഞാനൊക്കെ തന്നെ പെരന്റെ ഉള്ളിലല്ലേ, ഞാനൊന്നും വീടിന്റെ പുറത്തിറങ്ങലില്ലല്ലോ, ഞാനൊക്കെ എനിക്ക് അങ്ങനല്ല ഇങ്ങനെ, അതൊന്നും അല്ലാത്തവരും ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ എന്നാ കുറെ ആൾക്കാർ ഇത് ഇട്ടേച്ച് പോയിട്ടില്ലേ, കുറെ ആൾക്കാർ ഇത് ഒഴിവാക്കി പോയിട്ടില്ല സാറേ? അതും ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാ ഓലിട്ടേച്ച് പോയത്? അവരിട്ടേച്ച് പോകാൻ കാരണം എന്താ? അതിനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അവിടെ ഉത്തരം കിട്ടും. പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, അവര് വന്ന് പക്ഷെ സോച്ച് ബദലോ മാറ്റിയില്ല, അവരുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവന്നില്ല. ഒന്ന്. രണ്ട്, അവർക്ക് സ്വപ്നങ്ങളില്ലായിരുന്നു. മൂന്ന്, അവരുടെ ടീം സപ്പോർട്ട് ഇല്ലായിരുന്നു. നാല്, അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ സമയമില്ലായ്മ, അല്ലെങ്കിൽ പലതരം ഇങ്ങനെയുള്ള പല സാധനങ്ങൾ. അഞ്ച്, ഈഗോ ഉണ്ടായിരുന്നു. ആറ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് അവർ ഇട്ടിച്ചു പോയത്. വിജയിച്ചവർക്ക് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും വിചാരിക്കാൻ അവർ തയ്യാറായില്ല. അവരവരുടെ ചിന്തകളെ മാറ്റി, അവരവരുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് അവർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി, അവർ മീറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തി. അവർക്ക് വ്യക്തമായ ശക്തമായ സ്വപ്നമുണ്ടായിരുന്നു. ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കും വിജയിക്കാൻ കഴിയും. നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കണം. ആണോ അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ മാസം നിങ്ങളെ കുട്ടീനെ LKG-ലോ UKG-ലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബസ് ഫീ ആണോ ഈ മാസം കുട്ടിക്കുള്ള ബസ് ഫീ? ആണോ അല്ലേ? ഒന്ന് പറഞ്ഞാണി. ഒരിക്കലും അല്ല, അത് കൂടി. എത്ര രൂപ കൂടി? അത് 100 രൂപ കൂടി. വേറെ ആർക്കൊക്കെ പറയൂ? 2-3 ആൾക്കാർ കൂടി. 50 കൂടും 100 കൂടുന്നുണ്ട്. കൂടി, എന്തായാലും കൂടി. 50 കൂടി, 100 കൂടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര രൂപ കൂടി? അങ്ങനെയാണെങ്കിൽ ഒന്ന് പുജാപ്പളിനോട്, ഇവിടെ കൂടി എന്ന് പറഞ്ഞ ആൾക്കാരുടെ പുജാപ്പളിനോട് ഒന്ന് വിട്ടുന്നിട്ട് ചോദിക്കട്ടോ. അടുത്തുനിന്ന് ചോദിക്കണ്ട, വിട്ടുനിന്ന് ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വരുമാനത്തിൽ വല്ല കൂടുതലും കൂടിയോന്ന് വിട്ടുന്നിട്ട് ചോദിക്കാൻ പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഓക്കെ. അല്ല, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. അതായത് അല്ല, ഒന്നും പറയുന്നില്ല എന്റെ മകളുടെ പുതിയാപ്പിളാരൊക്കെ, നോ പ്രോബ്ലം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയല്ലോ, അതായത് ദൂരം ചോദിച്ചാലേ, കാരണം ഈ വരുമാനത്തിന്റെ കാര്യമൊക്കെയാണ്, ചില നേരത്തെ ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ദൂരം തൊട്ട് ചോദിച്ചാടി എന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വരുന്നത് ചെലവ് കൂടി. എവിടെ? ഞാനൊരു ബസ് ഫെയർ മാത്രം ഞാൻ ഇവിടെ സംസാരിച്ചത്. എന്തൊക്കെ കൂടിയിട്ടുണ്ടാവും? ഇതിനനുസരിച്ച് വരുമാനത്തിൽ എത്ര മാറ്റം ഉണ്ടായി എന്നൊന്നും ചിന്തിക്കണം. ഇനി ഞാൻ പറയുന്നത് അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലം ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കണം, ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടിയില്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോവും? ചിന്തിക്കുക. മാത്രമല്ല, നമ്മുടെ ആരോഗ്യം നമുക്ക് എത്ര കാലം വരെ ഈ വരുമാനം തന്നുകൊണ്ടിരിക്കും? മുൻകാലങ്ങളെ പോലെയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പടച്ചോൻ കാക്കട്ടെ, ദൈവം കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വലിയൊരു അവസരം നമ്മുടെ മുന്നിലുള്ളത്. ഈ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള ഏത് കാര്യത്തിനെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് വരുമാനം അതിൽ നിൽക്കുന്നു, ചെലവ് കൂടുന്നു. അപ്പൊ നമ്മൾ ചെലവ് ചുരുക്കാൻ നോക്കിയാൽ നമ്മുടെ ലൈഫിന്റെ അവസ്ഥ എന്താ കാര്യം? ചെലവ് ചുരുക്കാൻ നോക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 300 രൂപ റീചാർജ് ചെയ്ത ആളുകൾ 200 ചെയ്യും അല്ലേ? അങ്ങനെ പലതരത്തിൽ ഒരു മൊബൈൽ ഉണ്ടായിട്ട് ശരിക്കും വീട്ടിൽ 2 മൊബൈലിന്റെ ആവശ്യമുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് നമ്മൾ ഒരു മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പലതരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ട്, പല കാര്യങ്ങളും നമ്മൾ എന്തിനോടൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്തിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു? അടുത്തൊരു ഓറഞ്ച് വിൽക്കുന്ന ഒരു വണ്ടിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വാങ്ങാൻ, പക്ഷെ ഇന്നലെ വാങ്ങി, അതുകൊണ്ട് ഇന്ന് വേണ്ട. കുട്ടികൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ. ഇങ്ങനെ പലതരത്തിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനോടൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ മുഖം തിരിക്കുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, അതോ വേണ്ടാഞ്ഞിട്ടാണോ, അതോ സാധനം കയ്യിൽ പോരാത്തോണ്ടാണോ? ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? പെണ്ണുങ്ങളോടല്ല, ആണുങ്ങളോടാണ്. പെണ്ണുങ്ങൾ പറയും ഞങ്ങൾ സാധനത്തിന്റെ കോലം, പക്ഷെ ആണുങ്ങളൊപ്പം പോയി വെക്കണം, അപ്പൊ അറിയാം അതിന്റെ കോലം അല്ലേ? ആണുങ്ങൾ ഇപ്പൊ ടെക്സ്റ്റൈൽസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും
ആണുങ്ങൾ ഇങ്ങനെ പൊന്തിച്ചു നോക്കും. നിങ്ങളിങ്ങനെ നല്ല അടിപൊളിയാണ് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഇതിങ്ങനെ പൊന്തിച്ചു നോക്കും അല്ലേ? അപ്പൊ ഇത് നമ്മളെ കൂടെ പോരുന്നതാണ്, ആ ഇത് സൂപ്പർ ആണെന്ന് അറിയും. നമ്മളൊക്കെ പറ്റട്ടോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ പുതിയ പണി നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാനായിട്ടായിരിക്കും കാണാത്തത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇയാൾക്ക് എന്താ പരിപാടി, അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ വരിക. സാധനം ഉഷാറാണ് ഉഷാറല്ല എന്നൊക്കെ തോന്നുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ കൂടെ പോരുന്നില്ല, നമ്മൾ വാങ്ങാൻ കഴിയുന്നില്ല. പകരം പോരുന്നതിനെ, അതായത് നമ്മുടെ കൂടെ പോരുന്നതിനെ ഏറ്റ് പോരുകയാണ്. അതിന് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം. ആണോ അല്ലേ? ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾക്കനുസരിച്ചാണ് വരുമാനം. ഇന്ന് പണി ഉണ്ടെങ്കിൽ ഇന്ന് വരുമാനമുണ്ട്. ഈ മാസം പണിയെടുത്താൽ ഈ മാസം വരുമാനമുണ്ട്. അടുത്ത മാസം പണി ഇല്ലെങ്കിൽ വരുമാനം ഉണ്ടാവുമോ? അടുത്ത മാസം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുക. നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല, ആ മാസം വരുമാനം ഉണ്ടോ? ഇല്ലേ? ഇല്ല. അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ 90-95% ആളുകളും. 90-95% എങ്ങനത്തെ ആൾക്കാരാണ്? ഇന്ന് പണിക്ക് പോയില്ലെങ്കിൽ വരുമാനമല്ല, ഈ മാസം പണിക്ക് പോയില്ലെങ്കിൽ വരുമാനമല്ല. ഒരു ഡോക്ടർ അങ്ങനെയാണ്, ഒരു എഞ്ചിനീയർ അങ്ങനെയാണ്, ഒരു ഡ്രൈവർ അങ്ങനെയാണ്, ഏതെങ്കിലും ഷോപ്പ് കീപ്പേഴ്സ് അങ്ങനെയാണ്. ഇവരൊക്കെ ഈ മേഖല വരുന്ന ആളുകൾ മുഴുവനും ജോലി ഉണ്ടെങ്കിൽ വരുമാനമുണ്ട്. ഒരു വർഷം ജോലിക്ക് പോകാൻ പറ്റിയില്ല, വരുമാനം ഉണ്ടോ? ഇല്ല. പാസീവ് ഇൻകം ആണ് നമുക്ക് വേണ്ടത്. എന്താ പാസീവ് ഇൻകം? ഒരു മാസം ഒരു വർഷം ഈ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും വരുമാനം വരണം. ആരാ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ? അങ്ങനത്തെ ആൾക്കാരാരാ? പാസീവ് ഇൻകം വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ആരാ? ജോലി ഒന്നും ഇല്ല, ഇന്ന് പോയില്ല, ഈ മാസം പോയില്ല, ഇനി 2 മാസത്തിന് പോണില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണില്ല, പക്ഷെ വരുമാനം വരും. അതാരാ? അങ്ങനത്തെ ആളുകൾ വലിയ മുതലാളിമാരൊക്കെ ഉണ്ടാവും. വലിയ മുതലാളിമാർ. ആ മുതലാളിമാരെ പരിപാടി എന്താ? എങ്ങനെയൊക്കെ അവർക്ക് ആ വരുമാനം വരുന്നത്? എവിടുന്നേക്കാരം? ഓര് നല്ല ബിൽഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി. എക്സലന്റ്. അവരൊന്നിക്കലും ബിൽഡിംഗ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലിരുന്നാലും വരുമാനം. നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കാൻ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ? ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി മോഡി കെയർ. കാരണം എന്തുകൊണ്ട് മോഡി കെയറിന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്ന, മോഡി കെയറിന്റെ സോപ്പ് ഉപയോഗിക്കുന്ന, മോഡി കെയറിന്റെ വാഷിംഗ് പൗഡർ ഉപയോഗിക്കുന്ന, മോഡി കെയറിന്റെ ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന, മോഡി കെയറിന്റെ വെൽനസ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടായ്മയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ കൂട്ടായ്മ വേറൊരു കൂട്ടായ്മയെ ക്രിയേറ്റ് ചെയ്തു, അവർ വേറൊരു കൂട്ടായ്മയെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു വലിയ സമൂഹം ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടാവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പാസീവ് ഇൻകം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ദിസ് ഈസ് ദ പവർ ഓഫ് മോഡി കെയർ, ദിസ് ഈസ് ദ പവർ ഓഫ് പാസീവ് ഇൻകം. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരും പറയും, നിങ്ങൾ മോഡി കെയർ എന്തിനു ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഒരു കാര്യം, പാസീവ് ഇൻകം. കിടന്നുറങ്ങുമ്പോൾ പോലും വരുമാനം വരണം. ഒരിക്കലും നമ്മുടെ മീൻകാരൻ റഫീഖ് സർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിനും അത് സന്തോഷമാണ്, അഭിമാനത്തോടുകൂടിയാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. മീൻകാരനായിരുന്നു അദ്ദേഹം, മോഡി കെയർ ബിസിനസ്സിലേക്ക് വരുന്നു. ഏകദേശം 6 മാസത്തോളം അദ്ദേഹം മോഡി കെയറിന്റെ പ്രൊഡക്റ്റുകൾ വിറ്റ് നടക്കുന്നു. അതായത് മീനിന്റെ കൂടെ ബിയോൺബിളും കൊണ്ടെടുക്കും, വിൽക്കും. പിന്നെ ഈ ബിസിനസ്സിനെ കാര്യമായിട്ട് ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം ബിസിനസ്സിനെ മനസ്സിലാക്കുന്നു, അദ്ദേഹം ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. വരുമാനം, മീൻ വിൽക്കുന്നതിനേക്കാൾ വരുമാനത്തിലേക്ക് അദ്ദേഹം മോഡി കെയറിന്റെ വരുമാനത്തിലെത്തുന്നു. അദ്ദേഹം മീൻ പരിപാടി ഒഴിവാക്കുന്നു, മോഡി കെയർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. അദ്ദേഹം 2 ലക്ഷത്തി സംതിങ്ങോളം മാസ വരുമാനം വാങ്ങുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം വരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ കൊറോണ സമയത്ത് അദ്ദേഹത്തിന്റെ ഉപ്പാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, ഉപ്പാക്കെന്തോ അസുഖമായിട്ട്. 1 മാസത്തോളം അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം നടക്കുന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം വളരെ വികാരപരനായിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഭയങ്കര ഫീലിംഗോട് കൂടി അദ്ദേഹം സംസാരിക്കാം, സന്തോഷം കൊണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഒന്നും ചെയ്തില്ല, എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം കഴിഞ്ഞ മാസം അതിന്റെ മുമ്പത്തെ മാസത്തും വന്നതിനേക്കാൾ കൂടുതലാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് പാസീവ് ഇൻകം, ദാറ്റ് ഈസ് ദ പവർ ഓഫ് മോഡി കെയർ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് ചിലരെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യമുണ്ട്, എന്നപ്പോ ഇതൊക്കെ എപ്പോഴപ്പോ ഇതൊക്കെ, എന്നപ്പോ ഇങ്ങനെയൊക്കെ ആവും, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ആവൂ, എന്തൊക്കെ ചെയ്യാ, എവിടുന്നപ്പോ തുടങ്ങുക, ആരോടൊക്കെ പറയാ, ഇന്നെക്കൊണ്ട് ഇപ്പൊ കഴിയോ,
ഞാനിപ്പോ എത്ര ആൾക്കാരോട് പറഞ്ഞു നോക്കി, ഇപ്പൊ വരുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇതൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, നമ്മളെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ കൂടെ, എനിക്കറിയാം ഉണ്ടാവും എന്നുള്ളത്. യു ക്യാൻ, യു ക്യാൻ, നിങ്ങളെ കൊണ്ട് കഴിയും. അതിനുള്ള വഴികൾ ഇവിടെ ഉണ്ട്, കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ കൃത്യമായി മീറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കയറുക, മീറ്റിംഗ് പോവുക, ട്രെയിനിങ്ങിക്ക് പോവുക. എന്തിനാ ഈ ട്രെയിനിങ് നടക്കുന്നത്? എന്തിനാ ഈ മീറ്റിംഗ് നടക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം, ഇവിടെ 45 പേരാണ് ഈ പ്രോഗ്രാമിലുള്ളത്. എത്ര പേര് നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്? എന്തുകൊണ്ട് അവർ മീറ്റിംഗിലില്ല, പ്രോഗ്രാമുകളിലില്ല? മീറ്റിംഗിലും പ്രോഗ്രാമിലും കയറുമ്പോഴാണ് ഇത് എങ്ങനെ, ഇത് എവിടുന്ന്, ഇത് ഏത് രീതിയിൽ എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് കേട്ടതന്നെ വീണ്ടും കേൾക്കുക, കണ്ട സിനിമ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അറിവാടെ കിട്ടൂലേ? കിട്ടൂലേ? കിട്ടും. മുമ്പ് കണ്ട ഒരു സിനിമ നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കി. വേണ്ട, ഇന്നലെ കണ്ട സിനിമ ഇന്നും കൂടി കണ്ടാലും ചിലപ്പോൾ ഇന്നലെ കാണാത്ത വേറെ സാധനം നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയ സിനിമ പറഞ്ഞത്, ഇതുപോലെ ഏതും. അപ്പൊ വീണ്ടും നമ്മൾ കേട്ട് നമ്മൾ അതിലൊരു തയമ്പാവും. ചില സാധനങ്ങളൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടാണ് നമ്മൾ ഈ കോലത്തിലായത്. എന്നെ കൊണ്ടൊന്നും ഒന്നിനും കഴിയൂല, ഒന്നും ആവൂല, ഒന്നും നടക്കൂല എന്ന് പലർക്കും പല ഭാഗത്തുനിന്നും അറിഞ്ഞോ അറിയാതെ കേട്ട് നമ്മൾ തീരുമാനിച്ചു, എന്നെ കൊണ്ട് ഒന്നും ആവൂല, ഞാനിപ്പോ എടുക്കൂല. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് കരകയറണം, മാറണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പാസീവ് ഇൻകം, ഇത് നേടിയെടുക്കണം നമുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, മോഡി കെയർ ബിസിനസ് ആർക്കൊക്കെ ചെയ്യാം? നിങ്ങളൊന്ന് പറഞ്ഞാണ്, നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞൂടി. മോഡി കെയർ ബിസിനസ് ആർക്കൊക്കെ ചെയ്യാം? ഒന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞൂടി. മോഡി കെയർ ബിസിനസ് ആർക്കൊക്കെ ചെയ്യാം? എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാം. ടീച്ചർക്ക് ചെയ്യാം, എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോ ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ വിചാരിച്ചിട്ട് ടീച്ചർ, ഉമ്മ, അല്ലെങ്കിൽ വീട്ടമ്മ, അങ്ങനെ നിങ്ങൾ ഓരോന്ന് പറയും, ഡ്രൈവർ, പ്രവാസി, ഇങ്ങനെയൊക്കെ പറയുന്ന വിചാരിച്ചത്. എല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ശരിയാണ്, എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ചെയ്യാം അല്ലെ? ആർക്കും ചെയ്യാം. എന്നാ ഞാൻ ചോദിക്കട്ടെ, മോഡി കെയർ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് എന്തൊക്കെ കിട്ടും? എല്ലാം കിട്ടുമെന്ന് പറയില്ലേ പ്ലീസ്? കിട്ടുന്നത് ഇങ്ങനെ പറഞ്ഞൂടി, അവിടെ കൂടി. ഓക്കെ, എന്തൊക്കെ കിട്ടും മോഡി കെയർ ബിസിനസ്? നല്ല പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റിലൂടെ കിട്ടും, ആരോഗ്യം കിട്ടും. പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ കഴിയും. നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല പ്രൊഡക്റ്റ്, ആരോഗ്യം ഉണ്ടാവും. പിന്നെ ലോയൽറ്റി, കുക്കർ, അച്ചീവ്മെന്റ് നേടുമ്പോ നമുക്ക് അഭിനന്ദനം, റെക്കഗ്നിഷൻ, അഭിനന്ദനങ്ങൾ കിട്ടുകയാണ്. ആർക്കും അവിടെ അഭിനന്ദനം താല്പര്യമില്ലാത്തത്? അഭിനന്ദനം താല്പര്യമില്ലാത്തവരൊന്ന് കൈയൊന്നിച്ചാണ്. ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണം. സാറേ ഞാനൊരു സംശയം പറയട്ടെ. എന്നോട് ഒരാള് പറഞ്ഞേ, ഞാനിങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ, ഈ മോദിക്കാരെ ബിസിനസ് തന്നെ പൈസ ഉള്ളവർക്ക് പറ്റുള്ളൂ താത്ത, ഇല്ലാത്തവർക്ക് അത് പറ്റൂല. അങ്ങനെ കടം വാങ്ങി ജീവിക്കണം ഞങ്ങളൊക്കെ, എങ്ങനെ മോഡിക്കാർ ചെയ്യാന്? ഞാൻ പിന്നെ സാറ് ഒന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി ഞാൻ പറഞ്ഞ ശരിക്ക് കേട്ടോളി. സത്യത്തില് വലിയൊരു നിരാശയുള്ള, വലിയൊരു വിഷയമുള്ള സാധനമാണ്. പലരും ഈ ബിസിനസ്സിനെ കാണുന്നത്, പലരോട് ഇത് പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ശരിക്കും എല്ലാവരും ഇവിടെ ഉണ്ടാവണം, എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ പൈസ ഒന്നുമില്ല, സാധനം വാങ്ങാൻ പൈസ ഇല്ല, സാധനം വാങ്ങാൻ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പൊ നടക്കൂല. ഇത് പറയുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞത് എന്തൊരു പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ആ വിഷയത്തെ കേൾക്കുന്നതെന്ന് അറിയോ? എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ പൈസ ഇല്ല എന്നുള്ള വിഷയത്തിനുള്ള പരിഹാരത്തിനാണ് ഈ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. പൈസ ഇല്ലാത്ത ഒരു സാധനത്തെ പരിഹരിക്കാനാണ് ഈ സാധനം ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒഴിവാക്കുക, തട്ടിത്തെറിപ്പിക്കുക. പൈസ ഉണ്ടാക്കാനുള്ള സാധനമാണ് ഈ കൈ കിട്ടിയത്, പൈസ ഇല്ല. 4 ലക്ഷം കടമുള്ള സ്ഥലത്ത് നിന്ന് മോഡി കെയർ ചെയ്തിട്ട്, അന്ധകാലം 4 ലക്ഷം കടമുള്ള സ്ഥലത്ത് മോഡി കെയർ ചെയ്തിട്ട് 10ഓളം വിദേശ യാത്രകൾ സഞ്ചരിച്ച ഒരു വനിത ഉണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന, ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിയ ഒരാളെ പേര് പറയോ? ആ ആളെ അറിയുന്ന ആളുകളുടെ പേര് പറയോ? ജെസ്സി പീറ്റർ. 4 ലക്ഷം കടമുള്ളിടത്തു നിന്ന് വന്നു. എന്താ കാരണം? അവരെന്താ ചെയ്തത്? അവിടെ മാറ്റം വരുത്തിയത് എന്താണ്? സോച്ച് ബദലോ. നമ്മളെ സ്ഥലത്ത് നമ്മളെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും വിഷയം
ഇന്ത്യക്ക് പൈസ ഇല്ല, സാധനം വാങ്ങാൻ പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, പെട്ടെന്ന് ഒരു അർജന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, ഒരു 3000 രൂപ വേണം, പോകൂലേ? അതവിടെ കൊടുക്കുവോ? പൈസ അപ്പ ഇല്ലാത്തതാണ്. പോവും പോകൂലേ? പോവും പോകും. എവിടുന്നാ പൈസ കിട്ടി? പൈസ എങ്ങനെ ഉണ്ടാക്കും? കടം വാങ്ങി. കടം വാങ്ങിയിട്ട് ഞാൻ പൈസ തിരിച്ചു കൊടുക്കുക എങ്ങനെ? എന്നാ ഞാൻ ചോദിക്കട്ടെ, മോഡി കെയർ പ്രൊഡക്റ്റ് വാങ്ങാനാണ് ഈ കടം വാങ്ങിയതെങ്കിൽ ഈ സാധനം വിറ്റാ പൈസ തിരിച്ചു കൊടുത്തൂടെ? വേണമെങ്കിൽ അതായത് വേണമെങ്കിൽ ചക്ക അല്ല, ഞാൻ പറഞ്ഞത് ഒരു വരുമാനം എനിക്ക് രക്ഷപ്പെടണം എന്നൊരു വ്യക്തി ആഗ്രഹിച്ചാൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം കയ്യിൽ കിട്ടിയാൽ, രക്ഷപ്പെടാനുള്ള ഒരു അവസരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേൾക്കും, ഒന്നും വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്തോളി, പണി കിട്ടും നിങ്ങൾക്ക്. എനിക്കൊരു പണി കിട്ടൂല, ഞാൻ ഓർത്തെടുത്താണ് പിന്നെയും പറഞ്ഞു തുടങ്ങും. പക്ഷെ നിങ്ങൾക്ക് പണി കിട്ടും, നല്ല ശ്രദ്ധിച്ചോളി. എനിക്കും വേണ്ടില്ല, നിങ്ങൾക്കും വേണ്ടിട്ടോ. പിന്നെ അപ്പൊ എന്തായിരുന്നു പറഞ്ഞത്? സാറേ ഞാൻ അവിടെ ഒരു സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ജെസി പീറ്റർ മാഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവര് 25 വർഷം മുമ്പത്തെ 4 ലക്ഷം കടാണ് പറഞ്ഞത്. അപ്പൊ 4 ലക്ഷം കട എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതല്ല എന്നുള്ളതും കൂടി ആളുകൾ ചിന്തിക്കണം. കാരണം 25 വർഷം മുമ്പത്തെ, ഏകദേശം കമ്പനി വന്നിട്ട് 2-3 വർഷത്തിന് ശേഷമാണ് അവര് ജോയിൻ ചെയ്യുന്നത്. കമ്പനി വന്നിട്ട് ഏകദേശം 30 വർഷമായി. അപ്പൊ അന്ധകാലത്തിലുള്ള 4 ലക്ഷം എന്ന് വെച്ചാൽ ഇന്ന് ഏകദേശം 40 ലക്ഷത്തിന്റെ കടണ്ടാവും. അതാണ് ലൈഫിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തണം, ചോദിക്കണം. എനിക്കിങ്ങനെയാണ്, ഞാനിപ്പോ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞത് വലിയൊരു നഷ്ടം. ഞാൻ പറയട്ടെ, ഇവർ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ പറയുന്ന ആളുകൾ എന്നാ കാര്യം ഇവർ നിർത്തുക? ഈ പ്രശ്നം പറയാൻ നിർത്തൽ എങ്ങനെ കാര്യം? ഓരോ പ്രശ്നത്തിന് പരിഹാരം വേണമല്ലോ. അവരതിനു വേണ്ടി ഇങ്ങനെ കിടന്ന് പരക്കം പോയാണല്ലോ. എങ്ങനെയായിരിക്കും പരിഹാരം കാണാം? എന്നായിരിക്കും ഇതിന് പരിഹാരം കാണാം? എന്നാൽ ആ പരിഹാരം കാണാനുള്ള സാധന കയ്യിലുള്ളത്, അതിന് വേണ്ടത് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചില ആളുകൾക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അവരവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിയാൽ മതി. മോഡി കെയർ പല രീതിയിലും ചെയ്യാം. സാധനം സെയിൽ ചെയ്തുകൊണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ ക്യാഷ് കൊണ്ട് തിരിമറി ചെയ്തുകൊണ്ട് ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ഒരാൾക്ക് അതിനൊന്നും ആവൂല, സെയിൽസിനോ കാര്യത്തിനൊന്നും ആവൂല, എന്റെ വീട്ടിലുള്ള സാധനം ഞാൻ വാങ്ങും, ഈ സാധനം ഇന്നെ പോലെ വാങ്ങണ 4 ആൾക്കാരെ ഞാൻ ഉണ്ടാക്കും ചെയ്യും, മതി. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഒരാൾക്ക് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിലും ഓപ്പൺ പ്രോഗ്രാമിലൊക്കെ പോയിട്ട് അങ്ങനെ തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യും, ടീമിനായിട്ട് ഓപ്പൺ പ്രോഗ്രാം പോകും, അങ്ങനെ ചെയ്യാൻ കഴിയില്ലോ, അങ്ങനെ ചെയ്തോളി. ഇനി അതല്ല, ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണോ ഇപ്പൊ ഞാൻ ഒരു പ്രവാസിയാ, ഞാൻ ജിദ്ദയിലാ, ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, ഇല്ലേ? ഞാൻ ഇവിടെ നിന്നിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോ ഇവിടെ ഇല്ല. ചില ആൾക്കാരോട് നാട്ടിൽ ചില ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്, ഞാൻ നാട്ടിലില്ല, ഞാൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സൗദിയിലാണ്. ഒരു ബാംഗ്ലൂരാണ്, ആയിക്കോട്ടെ, എവിടെ ആയാലും എന്താ, മോഡിക്ക് എവിടുന്നും ചെയ്യാം. ഇത് കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കാനുള്ളൊരു സമയം കൊടുക്കും. ഇന്ന് ഞാൻ ഒരാളുമായിട്ട് ബിസിനസ് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ബിസിനസ് പരിചയപ്പെടുത്തിയപ്പോഴല്ല, നമ്മുടെ ടീമിൽ ഓൾറെഡി ഉള്ള ആളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പൈസ ഒന്നുമില്ല, പൈസക്കായിട്ട് നോക്കാം, പൈസ ഒന്നുമില്ല. അപ്പൊ സാന്ദർഭികമായിട്ട് ഞാൻ സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അതിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചു, മീറ്റിംഗ് കേൾക്കാൻ പൈസ വേണോ? ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസം അയക്കണ്, മീറ്റിംഗ് കയറുന്നില്ല, മീറ്റിംഗ് കേൾക്കാൻ പൈസ വേണം. അതേസമയം ഓൺലൈനിൽ ആളുണ്ട്, നെറ്റ് ഉണ്ട്, പക്ഷെ മീറ്റിംഗ് കേൾക്കാൻ പൈസ വേണ്ട. അപ്പൊ പ്രശ്നം സത്യത്തിൽ പൈസയാണോ, അതല്ല ഈ അവനവന്റെ ഉള്ളിന്റെ സ്വപ്നമാണോ? ഉള്ളിൽ സ്വപ്നം ഉണ്ടെങ്കിൽ ഇയാൾ പൈസ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൈസ ഇല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യൂലേ? മീറ്റിംഗ് കയറൂലേ, ഗ്രൂപ്പിൽ വരുന്ന വോയിസുകൾ കേൾക്കൂലേ, ലീഡേഴ്സിന് റിപ്ലൈ കൊടുക്കൂലേ, പഠിക്കാൻ ശ്രമിക്കൂലേ, ഇതെന്താ പരിപാടി എന്ന് അന്വേഷിക്കൂലേ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവൂലേ? അപ്പൊ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നിട്ട് മോഡി കെയർ ചെയ്യാൻ കഴിയും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, ആർക്കൊക്കെ മോഡി കെയർ ചെയ്യാം? എല്ലാവർക്കും ചെയ്യാം. എന്തൊക്കെ മോഡി കെയറിലൂടെ കിട്ടും? എല്ലാം കിട്ടും.
ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് സംസാരിക്കാനുള്ള ഈ രീതിയിൽ എനിക്ക് നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സ്കിൽ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് ഈ കമ്പനി ഈ ബിസിനസ് നിന്ന് കിട്ടിയത്. ഇത് ഇവിടുന്ന് കിട്ടിയതാണ്. ഇന്ന് എന്റെ മുന്നിൽ 1000 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. ഓപ്പൺ പ്രോഗ്രാമിൽ ഞാൻ സംസാരിക്കും. അത് എന്റെ കഴിവായിട്ട് ഞാൻ പറയില്ല, അത് മോഡി കെയർ എനിക്ക് തന്ന ഒരു കഴിവാണ്. ഇല്ലെങ്കിൽ ഒരു 10 ആളെ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടി, ഒരു ബേജാറ്, ഒരു തരം വെറ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മാറി മറിഞ്ഞത് ഈ രീതിയിലാണ്. നമ്മുടെ നുസ്രത്ത് മാഡത്തിനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നുസ്രത്ത് മാഡം പിന്നെ എന്താ പറയാ, ഒരു തൂണ്, ആ തൂണുമിൽ ഇങ്ങനെ നിന്നത് മീറ്റിംഗ് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിൽ വിളിച്ചപ്പോ ആ തൂണുമിൽ ഇങ്ങനെ നിന്നു. ഞാൻ വരില്ല. എന്നെ മീറ്റിംഗ് സംസാരിക്കാനാണെങ്കിൽ ഞാൻ മീറ്റിംഗിലേക്ക് തന്നെ ഇല്ല എന്ന് പറഞ്ഞ നുസ്രത്ത് മാഡം ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നു. അടിച്ചു മക്കളെ എന്ന് നേടി. അടിച്ചു മക്കളെ എന്ന് പറഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി നിങ്ങളുടെ അപ്ലയൻസിൽ നിന്ന് വാങ്ങി കാണണം. വൈ? ബിക്കോസ് ഓഫ് മോഡി കെയർ. ഇതിന്റെ പവർ ഇങ്ങോട്ട് മനസ്സിലാക്കി. ഒരു ദിവസം കൊണ്ട് നടക്കുവോ? 4 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കാണ്ട ഒന്നും നടക്കണില്ല, ഞാൻ ഇല്ല. നോ, ഇറ്റ് വിൽ ടേക്ക് ടൈം. കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കണം. സമയം എടുക്കും. ഒരിക്കൽ ഇതൊക്കെ സംഭവിക്കും. നമ്മുടെ കമ്പനിയുടെ പവർ, കമ്പനിയുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 1933 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് മോഡി എന്റർപ്രൈസസ്. 1933 ഞാനും നിങ്ങളും ഇല്ല. 92 വർഷം കഴിഞ്ഞു മോഡി എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്ന് 120ഓളം രാജ്യത്ത് 27ഓളം വ്യത്യസ്തമായ ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു $multi-billion ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഭാഗമാണ് ഞാനും നിങ്ങൾ. ആ ബോധമുണ്ടോ? $multi-billion ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഭാഗമാണ് ഞാൻ നിങ്ങൾ. 120ഓളം രാജ്യത്ത് വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനി, 90ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി. ആ കമ്പനിയാണ് 1996 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നത്. കാരണം ആ കമ്പനിയുടെ ചെയർമാന്റെ, ഇന്നത്തെ ആ കാലഘട്ടത്തിലെ ചെയർമാനായിട്ടുള്ള, ഇന്നത്തെയും ചെയർമാനായിട്ടുള്ള നമ്മുടെ സാമിർ മോഡി സാറുടെ തീരുമാനം, അദ്ദേഹത്തിന്റെ ചിന്തകളെ കൊണ്ടുപോയി. കാരണം പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കായ ആളുകൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങാൻ വേറെ നിവൃത്തിയില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തൊഴിലില്ലായ്മക്ക് വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ എന്റെ പ്രൊഡക്റ്റിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഡ്വർടൈസിങ് ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി അഡ്വർടൈസിങ് ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് സച്ചിനെയോ ഗാംഗുലിയെയോ രാഹുൽ ഗാന്ധിയെയോ പിന്നെ എന്താ പറയാ കോഹ്ലിയെയോ പിന്നെ കാവ്യമാധവനെയോ ദിലീപിനെയോ മമ്മൂട്ടിയോ മോഹൻലാലോ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് പരസ്യം ചെയ്യാം. ലോക്കൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വിറ്റയിക്കാം. ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റിനെ വിറ്റയിക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ചെയ്തത് എന്താണ്? പരസ്യക്കാരെയും ഇടനിലക്കാരെയും മാറ്റിച്ചു. ഒരു സെലിബ്രിറ്റി വേണ്ട, ഒരു മീഡിയ വേണ്ട, ഒരു അഡ്വർടൈസിങ് ഏജൻസികൾ വേണ്ട, ഒരു തരത്തിലുള്ള പരസ്യത്തിന്റെ സാഹചര്യങ്ങളും വേണ്ട, ഒരു ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട, ഹോൾസെയിലർ വേണ്ട, റീറ്റെയിലർ വേണ്ട, C&F വേണ്ട, ഒന്നും വേണ്ട. ഈ പ്രൊഡക്റ്റിനെ വിറ്റയിക്കാൻ ഇതിന്റെ ക്വാളിറ്റി വിറ്റയിക്കപ്പെടും. ഇതിന്റെ ക്വാളിറ്റി കൊണ്ട് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് വിറ്റയിക്കപ്പെടും എന്ന തീരുമാനം. അതുകൊണ്ട് പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും പോണ പണം ആർക്ക് കൊടുത്തു? ഈ പ്രൊഡക്റ്റിനെ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പൈസക്കാരാകുന്ന, പണക്കാരാകുന്ന, ഓൾറെഡി ആസ്തിയുള്ള ആളുകൾ തന്നെ എന്നും പണക്കാരാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി മോഡി കെയർ കമ്പനിയിൽ എന്ത് സംഭവിച്ചു? സാധാരണക്കാരായ ആളുകൾ 1000, 2000, 5000, 10000, 20,000, 50,000, ലക്ഷവും 2 ലക്ഷവും ഒക്കെ വരുമാനം വാങ്ങുന്ന ആളുകൾ ഉണ്ടായി. എന്താ കാരണം? പരസ്യക്കാരെയും ഇടനിലക്കാരെയും മാറ്റിവെച്ചു. ഇത് ചെയ്യാൻ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണോ? ഇല്ലേ? ഒന്നും വേണ്ട. നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു കമ്പനി 1996 ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. നമുക്ക് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലും കിട്ട ആളുകളോട് പറയുമ്പം രോമം കിട്ടി എടുത്തു പിടിക്കണം. അഭിമാനത്തോടു കൂടി നമുക്ക് സംസാരിക്കാൻ കഴിയണം. മോഡി കെയർ നമ്മൾ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യൽ എങ്ങനെ? മോഡി കെയർ ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പൊ ഒരു കുറച്ച് ദിവസമായി ജോയിൻ ചെയ്തിട്ട്, കിട്ടുന്ന് തോന്നുന്നുണ്ട്, ഓള് പറഞ്ഞു എന്നോട് നടക്കുന്നൊക്കെ, കുറച്ച് ആൾക്കാരെ മെസ്സേജും വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട്,
ഇത് വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ. ആ കോലത്തിൽ പറഞ്ഞാൽ വരൂലേ? വന്നിട്ട് വല്ല കാര്യമുണ്ടാ? അപ്പൊ പറയേണ്ട രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം. ഹൃദയം കൊണ്ട് നമ്മൾ സംസാരിക്കണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഈ ബിസിനസിനെ കൈമാറണം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറണം. അതിന് അത്രയും വിശ്വാസം വേണം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു വരുന്നത് പത്മഭൂഷൺ അവാർഡ് ഈ കമ്പനിയുടെ ചെയർമാന്റെ മുത്തച്ഛൻ റായ് ബഹദൂർ ഗുജർമാൽ മോഡി. സൗണ്ട് ഉണ്ടാക്കല്ലേ ജാസ്മിൻ എം എ. നമ്മൾ ജാസ്മിൻ എം എ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞു മുഴുവൻ ഞങ്ങൾ കേൾക്കും. അപ്പൊ പറഞ്ഞു വരുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. മീറ്റിംഗിൽ കേറിക്കുന്നു തന്നെ ഉള്ളു. അന്നേരം മീറ്റിംഗിലുണ്ടേനോ ഞാൻ ടീനി ഫുള്ളുണ്ടേനി കഴിഞ്ഞ അവസാനം പോന്നത്. അങ്ങനത്തെ എത്ര ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയോ? എത്ര ഉണ്ടാവും നിങ്ങൾക്ക്? ഏകദേശം 51 ആളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു 20 ഉള്ളൂ കറക്റ്റ് മീറ്റിങ്ങിലുള്ളത്. ബാക്കി 30 എവിടെ നിങ്ങള് നിങ്ങളൊക്കെ ഓരോരുത്തരോട് പറഞ്ഞില്ലേ? അപ്പൊ അവരിഞ്ഞിപ്പോ എന്താ വിചാരിക്കുക? ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിപ്പോ ഓൽക്കും വേണ്ടി കയറി കൂടിയുണ്ട് ഇവിടെ കുറെ. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളെ കാര്യത്തിൽ കിടക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? അങ്ങനെ എന്തായിരുന്നു നമ്മുടെ കമ്പനിയുടെ പാരമ്പര്യം പറഞ്ഞുകൊടുക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ പാരമ്പര്യം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലില്ല. ഈ രീതിയിൽ പ്രൊഫൈൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനി ഇന്ന് ഈ നമ്മുടെ രാജ്യത്തില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. പത്മഭൂഷൺ അവാർഡ് കൊടുക്കൽ ആർക്കാ? അത്രയും വലിയ സംഭാവനകൾ രാജ്യത്തിന് നൽകിയ ആളുകൾക്ക് പത്മഭൂഷൺ അവാർഡ് കൊടുക്കുക. നമ്മുടെ കമ്പനിയുടെ അന്നത്തെ റായ് ബഹദൂർ ഗുജർമാൽ മോഡി, നമ്മുടെ ചെയർമാന്റെ മുത്തച്ഛൻ, നമ്മുടെ ഇന്ത്യ രാജ്യം പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ്. IDSAയുടെ ആദ്യത്തെ ഫൗണ്ടിങ് മെമ്പർ ആരാ? IDSAയുടെ ഫൗണ്ടിങ് മെമ്പർ മോഡി കെയർ. IDSA ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിൽ ജെന്യൂനായ ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ആര്? IDSA. ഈ IDSA പറയുന്നതിന് മുമ്പ് ലോകത്ത് മുഴുവൻ ജെന്യൂനായ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ ഏകോപിച്ച് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാണ് WFDSA, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ആ ലോകത്ത് ഈ WFDSAയിൽ അംഗത്വമുള്ള ഇന്ത്യയിലുള്ള ഒരേ ഒരു ഓർഗനൈസേഷനാണ് IDSA. ആ IDSAയുടെ ഫൗണ്ടിംഗ് മെമ്പറാണ് മോഡി കെയർ. ആ IDSAയുടെ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്പർ ആയിട്ടാണ് 2025 ഫെബ്രുവരി 19 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം, ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനത്തിന് വന്ന വേദിയിൽ അതിഥിയായിട്ട് IDSAയുടെ മെമ്പറായിട്ട് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ മാത്രമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ചെയർമാൻ, ഏതെങ്കിലും കമ്പനിയുടെ ഒരു പ്രതിനിധി ആ വേദിയിൽ ശ്രീ പിണറായി വിജയൻ സാറുടെ അടക്കമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ആ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വൺ ആൻഡ് ഓൺലി വ്യക്തിയായിരുന്നു. അത് ശ്രീ നമ്മുടെ സാമിർ മോഡി ആയിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റുന്ന വേറെ ഏത് കമ്പനി അവിടെ ഉള്ളത്? കേരളത്തിൽ പ്രളയം വന്നപ്പം കേരളത്തിന് 1 കോടി സംഭാവന കൊടുത്ത അന്നത്തെ പ്രളയം വന്ന സമയത്ത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി സംഭാവന കൊടുത്ത ചെയർമാനാണ് സാമിർ മോഡി. അന്നൊന്നും കേരളത്തിൽ അത്ര ബിസിനസ് ഒന്നും ഇല്ല, എന്നിട്ട് പോലും. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാൻ ഒരുപാടാണ്. ഇനി കമ്പനി നൽകുന്ന പ്രൊഡക്ട്സുകൾ ഏതൊക്കെ? 18 കാറ്റഗറിയിലാണ് കമ്പനി നൽകുന്ന പ്രൊഡക്ട്സുകൾ. 18 കാറ്റഗറി. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ പ്രൊഡക്റ്റുമിലും എഴുതി ഒപ്പിട്ടിരിക്കുകയാണ്, ഐ പേഴ്സണലി ഗ്യാരണ്ടി ഫുൾ റീഫണ്ട് ഓഫ് യുവർ മണി ഇഫ് യു ആർ നോട്ട് 100% സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഇങ്ങനെ എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ വൺ ആൻഡ് ഓൺലി മോഡി കെയർ. എത്ര തരം പ്രൊഡക്റ്റ്? 18 തരം കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഒന്ന് പറയൂ, എല്ലാവരും ഒന്ന് പറയൂ. ഏതൊക്കെ തരത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ഒരു എന്താ പറയാ, ഒന്ന് ഉഷാർ. ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. ഏതൊക്കെ കാറ്റഗറി പ്രൊഡക്റ്റ് ഉള്ളത്? പ്ലീസ്. സ്കിൻ കെയർ, അതായത് അർബൻ കളർ, പേഴ്സണൽ കെയർ. ഓക്കെ, നമുക്ക് ശ്ലോക
എൻവിറോ ചിപ്പ് അല്ലെ, എൻവിറോ ചിപ്പ്, എൻവിറോ ഗ്ലോബ് വരുന്ന ആ ഒരു കാറ്റഗറി, എയർ പ്യൂരിഫയർ വരുന്ന കാറ്റഗറി, വെലോസിറ്റി അതായത് ആണുങ്ങളെ മെൻസിന്റെ സാധനങ്ങളൊക്കെ ഉള്ള പ്രൊഡക്റ്റ് കാറ്റഗറി, ഫ്രൂട്ട് ഓഫ് ദ എർത്ത്, ഫ്രഷ് മൊമെന്റ് അല്ലെ, പിന്നെ അഗർബത്തി, ഹോം കെയർ, പിന്നെ വാഷിംഗ് കാറ്റഗറി, വാഷ്മേറ്റ്, പിന്നെ ഓട്ടോ കെയർ, സോപ്പ് വാഷ്, SM വാച്ച്, അമോലി, അഗർബത്തി, പിന്നെ ഷേപ്പ് ഷിഫ്റ്റ് ലൈഫ്, ഫോറസ്റ്റ് നെക്ടർ, പിന്നെ സോൾ ഷെഫ്, എത്ര തരം കാറ്റഗറി, എത്ര തരം പ്രൊഡക്ട്സുകൾ, ഏകദേശം 1000-ഓളം പ്രൊഡക്ട്സുകൾ നമ്മൾക്കുണ്ട്. ചില നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കുള്ള പ്രൊഡക്റ്റ് ഓൺലി വെൽനസ്, ചില നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്ട്സുകൾ ഓൺലി കിച്ചൺ കണ്ടെയ്നേഴ്സ്, ചില നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ഓൺലി സ്കിൻ കെയർ, ചിലതിന് ഇതിൽ ആകെ 1-2. മോഡിക്കെയറിന് 18 കാറ്റഗറിയിലാണ് പ്രൊഡക്ട്സ് ഉള്ളത്. അപ്പൊ നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ പ്രൊഡക്ട്സുകളെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു 4 പേരെ കണ്ടെത്തണം. ഈ പ്രൊഡക്ട്സിനെ വാങ്ങി ഉപയോഗിക്കുന്ന 4 പേരെ കണ്ടെത്തണം. ഇതാണ് നമ്മളെ പരിപാടി. 72% കമ്പനിയുടെ ഓരോരോ മാസം നടക്കുന്ന ബിസിനസ് വോളിയത്തിൽ നിന്ന് കമ്പനി മാറ്റിവെക്കുന്നു. 72%. എന്തിനാ മാറ്റിവെക്കുന്നത്? കാർ ഫണ്ട് കൊടുക്കാൻ, ടൂർ ഫണ്ട് കൊടുക്കാൻ, വീട് ഫണ്ട് കൊടുക്കാൻ, ഡയറക്ടർ ബോണസ് കൊടുക്കാൻ, പിന്നെ വെഹിക്കിൾ ബോണസ് കൊടുക്കാൻ, നാഷണൽ ട്രാവൽ ഫണ്ട്, പിന്നെ ഇന്റർനാഷണൽ നമ്മളോട് പറഞ്ഞു. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബോണസുകൾ കൊടുക്കാൻ വേണ്ടി 12 തരം വരുമാനവും 72% കമ്പനി പേ ഔട്ട് ചെയ്യും. ഇതിൽ പലരും വാങ്ങിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ഇന്റർനാഷണൽ ട്രാവൽ ഫണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അഡീഷണൽ ആയിട്ട് കമ്പനി ഇന്റർനാഷണൽ ട്രാവൽ ഫണ്ടിന് അപ്പുറത്തേക്ക് കമ്പനി അനൗൺസ് ചെയ്ത പിന്നെ ട്രാവലാണ് നമ്മുടെ കൊടൈക്കനാലും അതുപോലെ തന്നെ ശ്രീലങ്കയും. ഇത് രണ്ടും അച്ചീവ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ കാർ ഫണ്ട് അച്ചീവർ ആണ്. ഏകദേശം എന്റെ ഹയസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 72,000 രൂപ മോഡിക്കലിൽ നിന്ന് വരുമാനം വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം 5,37,000 സംതിങ് രൂപയാണ് എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചത്. എന്താ ഞാൻ ചെയ്തത്? ഞാൻ എന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിയിട്ട്, എന്റെ ഒഴിവ് സമയം ഞാൻ മുമ്പ് എന്താ ചെയ്തു? കുറെ യൂട്യൂബ് ചാനൽ കാണും, കുറെ ഫേസ്ബുക്കിൽ കമന്റ് അടിക്കും, കുറെ മൊബൈലിൽ കുറെ അതും മെസ്സേജ് അയക്കും, കുറെ ക്ലബിന് വേണ്ടി നമ്മൾ വാദിക്കും, കുറെ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കി ആ സമയത്ത് മുഴുവനും മോഡിക്കലിലേക്ക് കണക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ഞാൻ വാങ്ങിയപ്പോൾ എന്റെ ടീമിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും വരുമാനം വാങ്ങുന്ന ആളുകളാക്കി മാറ്റാൻ സാധിച്ചു. പലരും 1000, 2000, 3000, 5000, 34,500 രൂപ ഒരു മാസം വരുമാനം വാങ്ങിയ ഒരു ലേഡി എന്റെ ടീമിലുണ്ട്, ഷജീല മാഡം ഫ്രം ട്രിവാൻഡ്രം. 29,500 രൂപ ഏകദേശം വരുമാനം വാങ്ങിയ ഓഫീസർ എന്റെ ടീമിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു ടീം വർക്കാണ്. നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? മോഡിക്കന്റെ ഉൽപ്പന്നം വാങ്ങുന്ന കുറച്ച് ആൾക്കാരെ കണ്ടെത്തും. അവർ വാങ്ങി ഉപയോഗിച്ചാൽ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? അവർ മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തും. ഇതിനെ ഒന്നുകൂടി കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടി എളുപ്പമാക്കുന്നതിന് വേണ്ടി കസ്റ്റമർക്ക് പോലും 6 തരം ബെനിഫിറ്റ്സ് ആണ് കമ്പനി മുന്നോട്ട് വെച്ചത്. 6 തരം ബെനിഫിറ്റ്സ്. എന്തൊക്കെയാണ് 6 തരം ബെനിഫിറ്റ്സ്? ഒന്ന്, ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്റ്റ്. നമ്മൾ കണ്ടിട്ടുള്ളത് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരുന്നതാ പലപ്പോഴും, ഇല്ലേ? 100% മണി ബാക്ക് ഗ്യാരണ്ടി. ഇന്ന് ഗൾഫിക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോകണം. ഇന്ന് ഗൾഫിക്ക് നാട്ടിൽ നിന്ന് മോഡിക്കന്റെ പ്രൊഡക്ട്സ് കൊണ്ടുപോകണം. ഞാനടക്കം, അബ്ദുറഹ്മാൻ സാർ അടക്കം നമ്മൾ പലരും കൊടുത്തേക്കാണ് ഗൾഫിക്ക്. ആണോ അല്ലേ? ഇവിടെ സെലീന മേഡം ഉണ്ട്, സെലീന മേഡത്തിന്റെ ഹസ്ബൻഡ് കൊണ്ടുപോവാണ്. പലരും മുമ്പ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. കാലം മാറി, കോലം മാറി. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സോപ്പ് കിട്ടാൻ ഭയങ്കര ത്രില്ലായിരുന്നു, ഭയങ്കര ആവേശമായിരുന്നു. അന്ന് കുളിക്കാൻ തന്നെ ഒരു ആവേശകരം. ആ കാലം ഇല്ലേ നമ്മളെ നാട്ടില്? ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോഴും അങ്ങനെ, കാരണം മോഡിക്കർ കണ്ടിട്ടില്ലല്ലോ, മോഡിക്കന്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോ മോഡിക്കറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. മോഡിക്കർ 3 രീതിയിൽ ചെയ്യാം. മോഡിക്കർ 3 രീതിയിൽ ഒരാൾക്ക് ചെയ്യാം. ഏതൊക്കെയാണ് ആ രീതി? ഒന്ന്, കസ്റ്റമറായിട്ട് മാത്രം നിൽക്കാം. അങ്ങനെ കസ്റ്റമറായിട്ട് മാത്രം നിന്നാൽ പോലും 6 തരം ബെനിഫിറ്റ്സ് കമ്പനി തരാം. മറ്റൊന്നോ, റീറ്റെയിൽ ചെയ്യാം. കസ്റ്റമറായി നിൽക്കും ചെയ്യാം, സാധനം വാങ്ങാൻ സെയിൽ ചെയ്യാം. അതിലൂടെ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ഇഷ്ടംപോണം ആളുകളുണ്ട്. ഇഷ്ടംപോണം ആളുകൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട്? സാധാരണ ഒരു ഷോപ്പിൽ ഒരു പേസ്റ്റ് വിറ്റാൽ കിട്ടാൻ 2 രൂപ, 4 രൂപ, 3 രൂപ ഒക്കെയാണ്. ഒരു പേസ്റ്റ് 100 ഗ്രാമിന്റെ പേസ്റ്റ് വിറ്റാൽ ലാഭം. മോഡിക്കന്റെ ഒരു പേസ്റ്റ് വിറ്റാൽ 27 രൂപ ലാഭം കിട്ടും. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് റീറ്റെയിൽ ഉണ്ടാക്കാം. ക്വാളിറ്റി ഉണ്ട്. 200 സംതിങ് രൂപയുടെ പേസ്റ്റിന്റെ ക്വാളിറ്റി മോഡിക്കറിന്റെ 107 രൂപ MRP ഉള്ള പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്.
ഈ 200 സംതിങ് രൂപയുടെ പേസ്റ്റ് നാട്ടിൽ ആളുകൾ വാങ്ങുന്നില്ലേ? സെൻസോഡിൻ ആളുകൾ വാങ്ങുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇഷ്ടം പോണം പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകൾ ആളുകൾ വാങ്ങുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ 107 രൂപയുടെ പേസ്റ്റ് ഇന്ന് എന്റെ ഈ മീറ്റിങ്ങിലുള്ള നിങ്ങളും ഞാനും വാങ്ങുന്നത് എത്ര രൂപക്കാണെന്നറിയോ? മോഡി കെയർ ലോയൽറ്റി കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ ഈ മോഡി കെയറിന്റെ പേസ്റ്റിന് നിങ്ങൾക്ക് എത്ര വില വരുന്നതെന്ന് അറിയോ? ഒന്ന് പറയൂ. 80. വേറെ ആരെങ്കിലും പറയൂ. ഒരാൾ 80 പറഞ്ഞു. 45 ഉൾപ്പെടുത്തിയാല് നമുക്കൊരു 40 രൂപക്ക് വരുള്ളൂ. ഓക്കെ, പല അഭിപ്രായങ്ങൾ വന്നു. അപ്പൊ ലോയൽറ്റി കൂട്ടുമ്പോ അല്ല, അതും കൂടി കൂട്ടുമ്പോ മാറൂലേ? അത് കൂട്ടുമ്പോ മാറും. അത് നമുക്ക് തരുന്നതന്നല്ലേ? ഒരു 40-42 രൂപ അല്ലേ? ഏകദേശം എനിക്കറിയാം. അങ്ങനെ നിങ്ങളൊക്കെ പല രീതിയിലും നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 മുതൽ 60 ഏകദേശം. അതിൽ കുറച്ചും ആക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിയത്, ഞാൻ സാധനം വാങ്ങുമ്പോൾ ഞാൻ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 50 മുതൽ 60 രൂപയുടെ ഇടയിലെ വില വരുന്നുള്ളൂ. ഇന്ന് ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് ഈ രീതിയിൽ വാങ്ങാം. മോഡിക്കറിന്റെ ബിയോണ്ട് ബ്ലൂ എത്ര രൂപ വരും? മോഡിക്കറിന്റെ ബിയോണ്ട് ബ്ലൂ, അതായത് ടോയ്ലറ്റ് ക്ലീനർ, സാധാരണ ഹാർപ്പിക്ക് മാർക്കറ്റിൽ വാങ്ങുന്ന ഹാർപ്പിക്കിന് എത്ര വില? 500 ഗ്രാമിന് ഞാൻ മനസ്സിലാക്കിയത് 110 രൂപയാണ്. 500 ഗ്രാമിന് മോഡിക്കർ 200 ml 40 രൂപ. 200 ml 40 രൂപ. ആ, നമ്മളത് 750 ml എത്രയാണ്? 750 173 ആണ് പോലും MRP. നമുക്ക് 160-നോ 165-നോ 165-നൊക്കെ കിട്ടും തോന്നുന്നു അല്ലേ? MRP അത്ര. നമുക്ക് അതിന്റെ വില എത്ര വരുള്ളൂ? ഏകദേശം ഒരു 100, 110, 120 രൂപന്റെ അടുത്ത് നമുക്ക് വില വരുന്നുള്ളൂ. ഈ പറഞ്ഞ ലോയൽറ്റി പ്ലസും റീപർച്ചേസും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇതിന്റെ വില എത്ര കുറച്ചു? നമ്മൾ 750 കില്ലിക്ക്. മറ്റേത് ഒരു മാസം ഉപയോഗിക്കുന്നതിന് ഇത് മിനിമം 6 മാസം ഉപയോഗിക്കാം. ഒരു മാസം ഉപയോഗിക്കുന്നത് 6 മാസം ഉപയോഗിക്കാം. ഇങ്ങനെ ഏതൊരു സാധനത്തിന് നമ്മൾ എടുത്തിട്ടും ഈ രീതിയിൽ നമ്മളൊന്നും ഇതിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇന്ന് മോഡി കെയറിന്റെ പ്രൊഡക്ട്സ് കിട്ടുന്നതിന്റെ വില കുറച്ച് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും മാർക്കറ്റിലെ പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഉപയോഗിക്കേണ്ട ഇതും കൂടി നമ്മൾ നോക്കണ്ടേ? എത്ര നാള് നമ്മൾ ഉപയോഗിക്കേണ്ടി നോക്കണ്ടേ? അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേസ്റ്റ് കൊടുക്കുന്നു, നമ്മൾ പോരുന്നു. ഒരു പേസ്റ്റ് കൊടുക്കും, നമ്മൾ ഒരു പേസ്റ്റ് വിറ്റു, എനിക്ക് ഇത്ര ലാഭം കിട്ടിയാൽ എന്തില്ല കഴിഞ്ഞു. നോ, അവിടെ പോരരുത്. അവിടെ നമ്മൾ പോരാനായിട്ടില്ല. അവിടെ നമുക്ക് ആ പേസ്റ്റ് എന്തുകൊണ്ട്, ആ പേസ്റ്റിന്റെ പ്രത്യേകത എന്ത്, അതിലെന്തൊക്കെ അടങ്ങിയിട്ടുള്ളത്, അതിന്റെ ക്വാളിറ്റി എന്തുകൊണ്ട്, ഏത് പേസ്റ്റിനെ നമുക്ക് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയും. മാത്രമല്ല ഈ പേസ്റ്റ് നിങ്ങൾ ഐഡിയ എടുത്തിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് ഇതിന് 3 രൂപ വില വരുള്ളൂ കേട്ടോ എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവർ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യണം. ഒരാളൊരു പേസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴും എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 500 രൂപയ്ക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ മാസവും 500 രൂപയ്ക്ക് നമ്മളേക്ക് ഇങ്ങനെ സാധനം വാങ്ങും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം ഉണ്ട്, എന്റെ ലോയൽറ്റി എനിക്ക് എല്ലാ മാസവും ചെയ്യാൻ പറ്റും. പകരം അയാൾ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്താൽ അയാൾ 500 രൂപയ്ക്ക് സാധനം വാങ്ങുന്നിടത്ത് നിന്ന് 1000-ഉം 2000-ത്തിനും വാങ്ങുന്ന എത്ര ആളുകളെയും കൊണ്ടുവരാൻ കെൽപ്പുള്ള ആളായിരിക്കും ചിലപ്പോൾ അയാൾ. എത്ര ആളുകളെയും കൊണ്ടുവരാൻ കെൽപ്പുള്ള, കഴിവുള്ള, കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. അതിനെ അയാളെ കണക്ട് ചെയ്യണം. എന്തിലേക്ക് കണക്ട് ചെയ്യണം? കസ്റ്റമർക്ക് പോലും കിട്ടുന്ന 6 തരം ബെനിഫിറ്റ്സ്: ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, 100% മണി ബാക്ക് ഗ്യാരണ്ടി, 10% മുതൽ 33% വരെ ഡിസ്കൗണ്ട്, റീപർച്ചേസ് ഓഫർ അല്ലെ? റീപർച്ചേസ് ഓഫർ ഓരോ 1000 രൂപയുടെ പർച്ചേസും നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് ആണ്. 1000-ന് പർച്ചേസ് ചെയ്യുമ്പോൾ 100 സംതിങ്, 2000-ന് പർച്ചേസ് ചെയ്യുമ്പോൾ 200 സംതിങ്, 3000-ന് പർച്ചേസ് ചെയ്യുമ്പോൾ 300 സംതിങ്, 5000-ന് പർച്ചേസ് ചെയ്യുമ്പോൾ 500 സംതിങ് രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് സ്പോട്ടിൽ കിട്ടും. 5 ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ്. 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 7ാമത്തെ മാസം ഫ്രീ ആയിട്ട് എത്ര റുപ്യക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ടിനുള്ള സാധനം ഫ്രീ. 5000-നാണ് എല്ലാ മാസം വാങ്ങുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ 5000-നുള്ള സാധനം ഫ്രീ. 10,000-നാണ് വാങ്ങുന്നുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോൾ 10,000 രൂപയുടെ സാധനം ഫ്രീ. അത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും അടുത്ത 6 മാസം കൂടി കഴിഞ്ഞാലോ അതിന്റെ ഇരട്ടി വീണ്ടും ഫ്രീ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വർഷത്തിൽ 30,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ലോയൽറ്റിയിലൂടെ മാത്രം സ്വന്തമാക്കാൻ അവസരം. ആലോചിച്ച് നോക്കൂ, എവിടുന്ന് കിട്ടും? ഇതാണ് കസ്റ്റമർ. 6 നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു ബോണസ് 6% വരെ, 2% മുതൽ 6% വരെ ബോണസ്. ഇതാണ് കസ്റ്റമർ കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കസ്റ്റമർ കിട്ടുന്ന ബെനിഫിറ്റ്സ് വാങ്ങിക്കൊടുത്തുകൊണ്ട്
ഒരു 4 പേരെ കണ്ടെത്തുക. അങ്ങനെ ഒരു 4 പേര് മോഡിക്കന്റെ ഉൽപ്പന്നങ്ങൾ ഒരു 50 BVക്ക് പർച്ചേസ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ പവർ ഓഫ് ഫോർ അച്ചീവർ. നമ്മുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ പവർ ഓഫ് ഫോർ അച്ചീവർ. ഇതിൽ 1000 രൂപ മാത്രമല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, പകരം ഒരു പവർ ഓഫ് ഫോർ അച്ചീവർ ആകുമ്പോൾ എത്ര ആളുകളിൽ നിന്ന് നമുക്ക് അഭിനന്ദനം കിട്ടുന്നു, എത്ര ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ചെറിയ കാര്യമാണോ അല്ലെ? ഇനി ആ പവർ ഓഫ് ഫോർ അല്ലെങ്കിൽ ഈ 1000 രൂപ നിങ്ങളുടെ കൂടെ വന്ന് 4 പേർക്ക് വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ ഡയറക്ടർ ആവുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ ഏകദേശം വരുന്നു. ഈ 5000 നിങ്ങൾ വാങ്ങുമ്പോ ഈ നിങ്ങളെ കൂടെ വന്ന 4 പേർക്ക് 5000 വാങ്ങിക്കൊടുത്താലോ നിങ്ങൾ പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. അവിടെ സീനിയർ ഡയറക്ടർ മറികടക്കുന്നു, എക്സിക്യൂട്ടീവിനെ മറികടക്കുന്നു, SCDയെ മറികടക്കുന്നു, നിങ്ങൾ പ്ലാറ്റിനം ഡയറക്ടർ ആകുന്നു. ഒരു ഡയറക്ടർ ആയാൽ പോലും അയാൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഡയറക്ടർ ബോണസ് കിട്ടുന്നുണ്ട്, നാഷണൽ ട്രാവൽ ഫണ്ട് കിട്ടുന്നുണ്ട്, വെഹിക്കിൾ ഫണ്ട് കിട്ടുന്നുണ്ട്. അയാള് ജസ്റ്റ് ഇനി 4 ആളെ ഡയറക്ടർ ആക്കാൻ പറ്റിയില്ല, ഒരാളെ ഡയറക്ടർ ആക്കാൻ പറ്റുള്ളൂ. ഒരൊറ്റ വ്യക്തിയെ, ടീമിൽ വന്ന ഒരു വ്യക്തിയെ ഡയറക്ടർ ആക്കി. അതർ ലെഗില് ഡയറക്ടർ ആക്കാന്ന് പറഞ്ഞാൽ 1100 PV അവന്റെ ടീമിൽ കൊണ്ടുവരാൻ അവനെ സപ്പോർട്ട് ചെയ്യാം. അതർ ലെഗിലൂടെ 900 PV നമ്മളും കൊണ്ടുവന്നാൽ നമ്മൾ സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡയറക്ടർ ബോണസ് കിട്ടി, പിന്നെ നാഷണൽ ട്രാവൽ ഫണ്ട് കിട്ടി, പിന്നെ മെന്റർഷിപ്പ് ബോണസിന് അർഹനാണെങ്കിൽ മെന്റർഷിപ്പ് ബോണസും കിട്ടും. ഇനി നമ്മൾ രണ്ടാമത്തെ ആളിന് ഡയറക്ടർ ആക്കിയാലോ? നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അതർ ലെഗിൽ ജസ്റ്റ് 600 PV കൊണ്ടുവന്നാൽ മതി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വിദേശ യാത്ര ഫണ്ട് കൂടി വരുന്നു, ഇന്റർനാഷണൽ ട്രാവൽ ഫണ്ട് അവിടെ വരുന്നു. ഇനി മൂന്നാമത്തെ ആളിന് ഡയറക്ടർ ആക്കിയാലോ? നമ്മൾ SCD അതർ ലെഗിൽ ജസ്റ്റ് 300 PV കൊണ്ടുവന്നാൽ മതി. 3 പേര് ഡയറക്ടർ, ഒരു 5000 വരുമാനം വാങ്ങുന്ന 3 പേരെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, വിദേശയാത്ര ഫണ്ട് ഓൾറെഡി കിട്ടുന്നു, ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു, മെന്റർഷിപ്പ് ബോണസ് ഉണ്ടെങ്കിൽ മെന്റർഷിപ്പ് ബോണസും കിട്ടുന്നു. ഇനി 4ാമത്തെ ആളിന് ഡയറക്ടർ ആക്കിയാലോ? പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. പ്ലാറ്റിനം ഡയറക്ടർ ആക്കിയാൽ വീട് ഫണ്ടും കൂടി വരുന്നു, വീട് എടുക്കാനുള്ള ഫണ്ടും കൂടി വരുന്നു. ഇതൊക്കെ ആർക്കാണ്? നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഇതിപ്പോ എനിക്കിപ്പോ എന്നാ പോകും, ഞാനിപ്പോ എന്നാ എത്തും കിട്ടും കിട്ടിയവരുണ്ടെങ്കിൽ നമുക്കും കിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അർഹരാണ്, നിങ്ങൾക്കത് കിട്ടും. നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ നിങ്ങൾ ഇതിനെ കാണുന്നത് ആ ചിന്തയിൽ നിന്ന് വ്യതിചലിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. തിരിഞ്ഞു മറിഞ്ഞു നോക്കരുത്. അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ ഇത് പറഞ്ഞു, മറ്റോൾ അങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ പറഞ്ഞു, മറ്റോൾ അങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. അതിനൊന്നും നമുക്ക് സമയമില്ല. ഓളത് പറയും. ഇന്ന് മോഡി കെയറിന്റെ പ്രൊഡക്റ്റ് സ്റ്റാറ്റസ് ഇടാൻ നമുക്ക് പേടിയാ. എന്താ സ്റ്റാറ്റസ്? മോഡി കെയറിനെ കുറിച്ച്, ബിസിനസിനെ കുറിച്ച് സ്റ്റാറ്റസ് ഇടാൻ പേടിയാ. കാരണം എന്താണ്? 3-4 ആൾക്കാരെ നമ്മൾ പേടിക്കുന്നത്. 3-4 ആൾക്കാരെ പേടിച്ചിട്ട് 100-300 ആൾക്കാരെ കാണിക്കേണ്ട സാധനം നമ്മൾ ഇടാതെ പോകുന്നു. ഹലോ, നമ്മളിന്റെ കൂടെ ഉണ്ടോ? അതായത് നമുക്ക് ചിലപ്പോ നമ്മളെ മറ്റേ ജാനുവിന്റെ മോള് കണ്ടപ്പോ എന്താ വിചാരിച്ച, അല്ലെങ്കിൽ എന്റെ കുട്ടിന്റെ ടീച്ചർ കണ്ടപ്പോ എന്താ വിചാരിച്ച, മറ്റോര് കണ്ടപ്പോ എന്താ വിചാരിക്കുക. അപ്പൊ വിചാരിച്ചിട്ട് നമ്മൾ ഈ 3 ആൾക്ക് വേണ്ടി ഈ 3 ആൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ബാക്കി 297 ആൾക്കാർ കാണാണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. ഇവരെന്താ വിചാരിക്കാന്? ഓലെന്താ വിചാരിക്കാൻ? ഇവിടെ എന്താ മറ്റേ എന്താ MDM എന്താ പേര്? ആ സാധനത്തിന്റെ പേരെന്താ? ആ സാധനത്തെ വിൽക്കണോ നമ്മള്? ആ സാധനം മനസ്സിലായല്ലോ? അല്ലല്ലോ. മാന്യമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാന്യമായ ഒരു അവസരത്തെ പരിചയപ്പെടുത്തുകയാണ്. മാന്യമായ പ്രൊഡക്റ്റുകൾ. സച്ചിൻ ടെണ്ടുൽക്കർ ഈ ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ആളുകളോട്, ലോകരോട് നിയമം വിളിച്ചു പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അയാൾ പറയണം, ഞാൻ എന്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. ഇയാൾക്ക് പൈസക്ക് വേണ്ടി കളവ് പറയാൻ അയാളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു സത്യം നമുക്ക് പറഞ്ഞാല് ആരെ നമ്മൾ പേടിക്കണത്? നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പേടി, മടി. നമ്മൾ സ്റ്റാറ്റസ് ഇടും ഏതേ കേക്ക് കേൾക്കുന്നല്ല, കേക്ക് ഓക്കെ, കേക്ക് കട്ട് ചെയ്യണത്. അല്ല സാറേ, ഞാൻ സ്റ്റാറ്റസ് ഇടലുണ്ട്, എനിക്ക് അതിന് നല്ല റിസൾട്ട് ഉണ്ട്. സ്റ്റാറ്റസ് ഇടുന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും. അതിന് 2 ദിവസം ചില ആൾക്കാരെ പറയുന്നത് 2 ദിവസം സ്റ്റാറ്റസ് ഇടും. അപ്പൊ ഇത് ആരൊന്നും പറഞ്ഞപ്പോ എത്താപ്പ സ്റ്റാറ്റസ് ഇട്ട് ആരാപ്പ വരാൻ? ഇത് ഇട്ടുകൊണ്ടേയിരിക്കേണ്ട സാധനമാണ്, നിരന്തരമായി ചെയ്യണം.
മാത്രമല്ല ഈ സ്റ്റാറ്റസ് കാണാനും കാണാൻ നമുക്ക് കുറെ എന്താ പറയാ കോണ്ടാക്ട്സുകൾ നമ്മൾ ഉണ്ടാക്കണം കുറെ കോണ്ടാക്ട്സ്. ഞാൻ പറഞ്ഞത് ലൈഫിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലഘട്ടം ടെക്നോളജിയുടെ യുഗമാണ്. ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ ഇന്ന് കേരളത്തിൽ മാത്രം നോക്കുമ്പോൾ ഏകദേശം 3.5 കോടിയോളം ആളുകളുണ്ട് അല്ലേ? ഒരു 10, 20, 30 ആൾക്കാരെ നമ്മളോട് എന്ത് പറയുള്ളൂ? എത്താവള എനിക്ക്, എത്താവനെ എനിക്ക്, എനിക്കൊന്ന് വേറെ പണിക്ക് പോയിക്കൂടെ, എനിക്കൊന്നും ഇതല്ലാത്ത വേറെ ഒന്നുമില്ല. എങ്ങനെ ചോദിക്കണ 10, 20, 30 ആൾക്കാരുണ്ടാവുള്ളൂ ഏറിപ്പോയാൽ ഒരു വ്യക്തിക്ക്. ഏറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു 4, 5 ആൾക്കാർ. ഈ 4, 5 എണ്ണത്തിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ വലിയ സംഭവമായിട്ട് കൊണ്ടെടുക്കുന്നത്. നമ്മൾ വലിയ സംഭവമായിട്ട് ഈ 4, 5 എണ്ണത്തിനെ കൊണ്ടെടുക്കാണ്. ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ വലിയ ആളാകുമല്ല, സോറി. ഞാനും അങ്ങനെ തന്നെ സത്യം. ഞാൻ എന്റെ കാര്യം പറയാലോ ഇപ്പൊ നിങ്ങളോട്. ഞാനൊരു കാലത്ത് സ്റ്റാറ്റസ് ഇടാൻ മടിച്ചിരുന്നു. കാരണം ഓലിപ്പം എന്താ വിചാരിക്കുക, ഓനിപ്പം എന്താ വിചാരിക്കുക. കാരണം അന്ന് നമുക്കിത് കേറിയിട്ടില്ല. ഇതിന്റെ എന്താ സാധനം, ഞാൻ എന്താ ഈ ചെയ്യുന്നത് നമുക്ക് കേറിയിട്ടില്ല. നമ്മളൊരാളെ പെടുത്താനല്ലല്ലോ പോണത്, രക്ഷപ്പെടുത്താനല്ലേ. അതുകൊണ്ട് ആ ഒരു ബോധ്യം വന്നതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു? നെവർ മൈൻഡ്. സ്റ്റാറ്റസ് എന്നല്ല, ഫേസ്ബുക്കിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും മൂടിക്കറ. വേറൊരു സാധനമില്ല. ഒരു കാര്യത്തിൽ ഫേസ്ബുക്കിൽ പിണറായി ഇങ്ങനെ, കുഞ്ഞാലിക്കുട്ടി അങ്ങനെ, പിന്നെ മറ്റേ ചങ്ങായി മറ്റേ രമേശ് ചെന്നിത്തല മറ്റേത്, ഇതേ ഒരു കാര്യത്തിൽ എന്റെ ഫേസ്ബുക്കിൽ ഉള്ളത് പറയാം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഫ്രാങ്ക്ലി പറയുന്നു. എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടായിരുന്നുള്ളൂ. എന്ത് കാര്യം? പിണറായി അങ്ങനെയെന്ന് പറഞ്ഞാൽ 1000 ലൈക്ക് വരും, ഇഷ്ടമുള്ള ലൈക്ക് വരും. മോഡിക്ക് ഒരു വരുമാന മാർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈക്ക് കിട്ടാൻ പണിയാണ് കിട്ടും. ഒരു ലൈക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ടീമിൽ ഇവിടെ നൗഫൽ സാറോ ഷജീലമ്മയോടോ ആരെങ്കിലൊക്കെ വന്നിട്ട് ലൈക്ക് ചെയ്യേണ്ടി വരും, അല്ലാതെ ലൈക്ക് ഇല്ല. സത്യം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇതാണ് അവസ്ഥ. ഞാൻ സീരിയസ്. നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിവുണ്ടാവുന്നത് സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായ തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത്. മറ്റോലിങ്ങനെ മറിച്ചോലിങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ മറ്റേ ദിമ കയറ്റാൻ ആൾക്കാരുണ്ടാവും. ആടാ യെസ്സടാ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ ഭയങ്കര സംഭവക്കാരൻ. നമ്മൾ ഒരാളെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോണ ആൾക്കാരുണ്ടാവും നമ്മളെ കേൾക്കാൻ. വേണ്ട, നിങ്ങളൊന്നും വേണ്ട. നിങ്ങൾ അയൽവക്കത്തെ സാബിറാനെ വിളിച്ചുകാണ്ട് അങ്ങേപ്പുറത്തെ മൂസിനാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നോക്കിയാണ്. സാബിറ പറയും ശരിയാണ് നീ, അതന്നെ നീ, അങ്ങനെ തന്നെ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേൾക്കൂ. ഇങ്ങോട്ട് ഓൾ അപ്പുറത്തേക്കാണ് നമ്മളെ പറ്റി ഓൾ അത് പറഞ്ഞു ഞാൻ ഇല്ലേ. ഇതല്ല നമ്മളെ പരിപാടി. ഇതിന് ഇഷ്ടം കൊണ്ടാണ്ട ഒരു നല്ലത് പറഞ്ഞു നോക്കിയാണ്, അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ. സോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാം. ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഒഴിവാക്കുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നായിട്ട് ഒഴിവാക്കുക. ഓരോട് മിണ്ടണ്ട പറയണ്ടെന്നല്ല പറഞ്ഞിട്ടോ. ആ സെൻസിൽ നിങ്ങൾ എടുക്കുക. അവരെ വൈക്ക് വിടുക, നമ്മളെ വൈക്കും പോവുക. നമുക്ക് ബോധ്യമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എവിടെയൊക്കെ ആളുകൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പ്ലാറ്റിനം ഡയറക്ടർ 4 പേരെ ഡയറക്ടർ ക്വാളിഫൈ ചെയ്ത പ്ലാറ്റിനം ഡയറക്ടറായി. ഇനി എന്താ അടുത്ത പരിപാടി? ഈ 4 പേരെ പ്ലാറ്റിനം ഡയറക്ടർ ആക്കി നമ്മൾ പിന്നെ ഇവരെ കൂടെ കൂട്ടിക്കൊടുത്താൽ മതി. ഇവരെ കൂടെ നമ്മൾ നിർത്തുന്നത് നമ്മൾ ആ മറ്റേ എസ്കലേറ്ററിൽ നിന്ന് പോയേക്കര ജിഷാ സർ പറഞ്ഞ പോലെ അവിടെ ഞാൻ നിന്ന് നിർത്താൻ മതി. അങ്ങനെ പോയിക്കോളും. ദിസ് ഇസ് ദ പവർ ഓഫ് പാസീവിങ്. ദിസ് ഇസ് ദ പവർ ഓഫ് മോഡിക്ക്. നമ്മൾ പലരോട് പറയുന്നില്ല. ഞാൻ നിർത്തുകയാണ്, കുറച്ചു നേരം കൂടി നിങ്ങൾ ഇവിടെ നിൽക്കുക. ഒരു 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെ കൂടെ നിർത്തും. നമ്മൾ പലരോട് പറയുന്നില്ല. പറയാൻ മടിച്ചിട്ട് എത്ര ലവ് സ്റ്റോറി ഇല്ലാതായി പോയിട്ടുണ്ട് ഇല്ലേ? കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ പറയാൻ മടിച്ചിട്ട് പല സ്നേഹങ്ങളും പല കൗമാര എന്താ പറയാ ആ സാധനങ്ങൾ മുഴുവൻ ഇല്ലാതായി പോയി അല്ലേ? പറയാൻ മടിച്ചിട്ട്. പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ അതൊന്ന് പറഞ്ഞെങ്കിലേ വിചാരിച്ച് കാത്തിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞില്ല. അതേപോലെ നമ്മൾ മോഡിക്കാർക്ക് ഒന്ന് വിളിച്ചെങ്കിലേ എന്ന് വിചാരിച്ചിട്ട് കാത്തിക്കുന്നുണ്ടാവും. ഒന്ന് വിളിക്ക്, പറയൂ. മുന്നിൽ കാണുന്ന ആൾ എന്റെ പ്ലാറ്റിനം ഡയറക്ടർ ആണെന്ന് വിചാരിക്ക്. മുന്നിൽ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തൊരു സീറ്റിൽ ഒരാളുണ്ട്, അയാളോട് ബിസിനസ് പറയാൻ നിൽക്കുന്ന നേരത്ത് അയാളോട് മിണ്ടാതെ കണ്ട ഹായ് എന്താ വർത്താനം, എവിടേക്ക് പോണ്, എന്തൊക്കെയാണ്, അപ്പൊ നിങ്ങൾക്ക് എന്താ പരിപാടി, അപ്പൊ ഇങ്ങനെ തുടങ്ങണം. പറയാൻ മടിക്കണ്ട, നമ്മൾ പറയാം. ഒരു പക്ഷെ അയാൾ നാളത്തെ നമ്മുടെ ടീമിലെ പ്ലാറ്റിനം ആണെങ്കിലോ? അങ്ങനെ വിചാരിക്കുക. ഒരു മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ മടിച്ചിട്ട് പല ലവ് സ്റ്റോറി ഇല്ലാതായി പോയാൽ പോലെ അങ്ങനെ ആയി പോവരുത്.
ഇനി നമ്മൾ ഒരു ആളോട് നേരിട്ട് നമ്മൾ ബിസിനസ് പറയാൻ പോകുന്നതായിരിക്കും, അതുകൂടി ശ്രദ്ധിക്കും. ഒരാളോട് നമ്മൾ നേരിട്ട് ബിസിനസ് പറയാൻ പോകണം. ആ സമയത്ത് നമ്മൾ അയാളെ കുറിച്ചൊരു ഐഡിയ കിട്ടണം. നമുക്ക് എന്താ ഐഡിയ? നമ്മളിപ്പോ ഒരാളെ, ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയണത്, ഒരാൾ ഇപ്പൊ ഒരു പെണ്ണിനെ പ്രണയിക്കുകയാണെങ്കിൽ ആദ്യം ആ ആണെന്താ ചെയ്യാ? ഓക്കെ, അതാ ഇഷ്ടം, ഓക്കെ എന്തൊക്കെയാണ് ആഗ്രഹം, ഓക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാ, ഓക്കെ ഇഷ്ടപ്പെട്ട കളർ ഏതാ, ഓക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ, ഓക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അത് ചുളിവിൽ പഠിക്കും. എങ്ങനെ പഠിക്കല്? ചിലപ്പോൾ സുഹൃത്തിനായിട്ട് കമ്പനി ആയിക്കാണ്ട് സുഹൃത്തിലൂടെയും ചുളിവിലൊക്കെ ഇതിനൊക്കെ കിട്ടും അല്ലേ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പുറത്ത് എന്ത് ചെയ്യണം? ഇയാൾ ഇഷ്ടം എന്താണ്? ഇയാൾക്ക് കാറാണോ വേണ്ടത്, അതോ വിദേശയാത്രയാണോ പോകേണ്ടത്? അതല്ല, ഇയാൾക്കൊരു വരുമാനമാണോ വേണ്ടത്? ഇയാൾക്ക് കടം തീർക്കലാണോ ഇയാളെ പ്രശ്നം എന്ന് നമുക്ക് അയാളെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അയാളെ പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് ലക്ഷങ്ങൾ കടാണ്, അയാൾ ആ കടം എങ്ങനെ വീട്ടണം എന്ന് ആലോചിച്ചിട്ടാണ് അയാൾ ഇരുന്ന് പരക്കം പോയാണ്. ഈ നേരത്തെ അയാളോട് പോയിക്കാണ് നമ്മൾ കാറ് കിട്ടുമ്പോ പിന്നെ ലക്ഷങ്ങൾ കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആണ് എന്ത്? നമ്മുടെ കടങ്ങൾ നമുക്ക് ഇവിടെ തീർക്കാൻ കഴിയും. ഇഷ്ടം പോണം ആളുകൾ ഇവിടെ തീർത്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ കഴിയും. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലെ? ഒരാൾക്ക് കാറുണ്ട്, അയാൾക്ക് ഇഷ്ടമുള്ള നല്ല കാറും കാര്യങ്ങളൊക്കെ അയാളെ വീട്ടിൽ സെറ്റപ്പാണ്. അയാളോട് നമ്മൾ കാറിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ബെറ്റർ ആണ് അയാൾക്ക് എന്ത്? അയാളുടെ ലൈഫിൽ അയാൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻകം ആണ്, ചെയ്യുന്ന ജോലിക്കനുസരിച്ചൊരു വരുമാനം. പക്ഷെ നിർത്തിയാലും വരുമാനം വരുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പൊ അതിന് അയാളെ മനസ്സിലാക്കണം. അയാൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളിലേക്ക് കൃത്യമായിട്ട് അയാൾക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയും. ഈ രീതിയിലേക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് മുന്നോട്ട് പോകണം. ഈ രീതിയിലേക്ക് നമ്മുടെ പ്രോസ്പെക്റ്റിംഗ് നടക്കും. എനിവേ, സമയം കുറച്ച് വൈകിപ്പോയി, സോ സോറി. നമ്മുടെ കമ്പനിയുടെ പരിവർത്തൻ ഫയലാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തത്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ നിങ്ങൾ ഏറ്റെടുക്കുക. സമയം നമ്മുടെ മുന്നിൽ, നമ്മൾ സ്പീഡാവണം. സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്പീഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ സ്പീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, നോ പ്രോബ്ലം. സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് തന്നെ ചെയ്യണം. പെട്ടെന്നൊരു അച്ചീവ്മെന്റ് ആക്കിയിട്ടാണ് കാണിച്ചു കൊടുക്കുക. ഇതാ എനിക്കിത് കിട്ടി, നിങ്ങൾക്ക് വേണോ പോരി, നിങ്ങൾക്ക് വേണോ പോരി. നമുക്കൊരു സ്പീഡിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞാലോ, സ്പീഡ് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്കെന്താ കിട്ടി? അപ്പൊ നമുക്ക് കറക്റ്റ് മറുപടി പറയാൻ കഴിയൂല. അപ്പൊ നമുക്ക് മറ്റു വഴികൾ നമുക്ക് തേടാം. നമുക്ക് നമ്മുടെ ലീഡേഴ്സിനെ കാണിച്ചു കൊടുക്കാം, പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമുക്കൊരു റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. മാക്സിമം കുറച്ച് സ്പീഡ് നമ്മളെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മോഡികെയർ ബിസിനസ്സിലൂടെ എത്രയും പെട്ടെന്ന് നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ ഒരുപാട് ആളുകൾ, നിങ്ങൾ കാരണം, ഞാൻ കാരണം, ഒരുപാട് ആളുകൾ ഇവരെന്നെ വിളിച്ചതുകൊണ്ടാട്ടോ, ഇവരെന്റെ കൈ പിടിച്ചതുകൊണ്ടാട്ടോ എന്ന് പറയുന്ന ഒരുപാട് പേരെ വാർത്തെടുക്കാൻ ശിഷ്ട ജീവിതം നമുക്ക് അതിനു വേണ്ടി ചെലവഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.